ഗായ്സ്, വെൽക്കം ടു അലീനോപീഡിയ. എൻ്റെ പേര് അലീന. ഞാൻ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട്, അപ്പം ഞാൻ ഇപ്രാവശ്യം വന്നിരിക്കുന്ന ഒരു പുതിയ ട്രാവൽ റെസ്ട്രിക്ഷൻ വീഡിയോ ആയിട്ടാണ്. അതായത് ഇപ്പം നമുക്ക് അറിയാം, കോവിഡിൻ്റെ മ്യൂട്ടൻ വേർഷൻ ഇപ്പം നടക്കുന്നത്, അതായത് ഒരു പുതിയ സ്ട്രെയിൻ ഇപ്പം നടക്കുന്നുണ്ട്, ഇന്ത്യയിലുണ്ട്. അപ്പം പല കൺട്രീസ്, ഇന്ത്യ അല്ല പല കൺട്രീസിലുണ്ട്, പക്ഷേ ഇന്ത്യയിലാണ് ഡ്രാസ്റ്റിക്കായിട്ട് അതൊരു സ്പ്രെഡ് ആയിരിക്കുന്നത്. അപ്പം കുറേ ചേഞ്ചസ് ഈ ഒരു റീസൺ കാരണം വന്നിട്ടുണ്ട്. ടു ആൻഡ് ഫ്രോ ട്രാവൽ ചെയ്യാനായിട്ട്, ഇന്ത്യ ടു ആൻഡ് ഫ്രോ ട്രാവൽ ചെയ്യാനായിട്ട് കുറേ ഒരു റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പം വിത്തിൻ ഇന്ത്യ തന്നെ, നമ്മുടെ കേരളത്തിൽ തന്നെ കുറേ റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വീഡിയോ ആണ് ഞാൻ ഈ ഒരു വ്ലോഗിൽ ചെയ്യാൻ പോകുന്നത്. അപ്പം അവസാനം വരെ കാണുക. ഇപ്പോഴത്തെ പുതിയ റൂൾ അനുസരിച്ച് കേരള സ്റ്റേറ്റിലോട് വരുന്ന എല്ലാ ഡൊമസ്റ്റിക് പാസഞ്ചേഴ്സ് ബൈ റോഡ്, ബൈ ട്രെയിൻ ആണെങ്കിലും ബൈ ഫ്ലൈറ്റ് ആണെങ്കിലും കേരള സ്റ്റേറ്റിലോട്ട് വരുന്ന എല്ലാ ഡൊമസ്റ്റിക് പാസഞ്ചേഴ്സിൻ്റെ കൈവശം നെഗറ്റീവ് RT-PCR റിസൾട്ട് വേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു നെഗറ്റീവ് RT-PCR റിസൾട്ട് ടെസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ കേരള സ്റ്റേറ്റിലോട്ട് കിടക്കുമ്പോഴത്തേക്കും വിത്തിൻ 48 hours നിങ്ങളൊരു RT-PCR ടെസ്റ്റ് എടുക്കുകയും അതുപോലെ തന്നെ റിസൾട്ട് വരുന്നവരെയും റൂം ക്വാറന്റൈനിൽ കഴിയേണ്ടതാണ്, ഐസൊലേഷൻ റൂം ക്വാറന്റൈനിൽ കഴിയേണ്ടതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു കേരളത്തിലോട്ട് കിടക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് RT-PCR എടുക്കണ്ട എന്ന് നിങ്ങളൊരു എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾ കമ്പൽസറി ആയിട്ടും 14 day ഹോം ക്വാറന്റൈനിൽ പോകേണ്ടതാണ്. അപ്പം ഒന്നിൽ നിങ്ങൾ ടെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ടെസ്റ്റ് എടുത്ത് റിസൾട്ട് വരുന്നവരെ നിങ്ങൾ റൂം ഐസൊലേഷനിൽ കഴിയുക, അല്ലെങ്കിൽ ടെസ്റ്റ് എടുക്കാൻ നിങ്ങൾക്ക് സമ്മതമല്ലെങ്കിൽ 14 day കമ്പൽസറി ഹോം ക്വാറന്റൈൻ ചെയ്യുക. ഇതാണ് ഇപ്പോഴത്തെ പുതിയ റൂള്. ഇൻ്റർനാഷണൽ പാസഞ്ചേഴ്സിന് സെയിം പഴയ പോലത്തെ റൂള് തന്നെയാണ്. വരുമ്പോഴത്തേക്കും അവരൊരു നെഗറ്റീവ് RT-PCR റിസൾട്ട് കാണിക്കേണ്ടതാണ്. അതുപോലെ തന്നെ എയർപോർട്ടിലും അവർക്കൊരു റിപ്പീറ്റ് RT-PCR ടെസ്റ്റ് എടുക്കുന്നതായിരിക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും. അതുപോലെ തന്നെ ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് അവർക്ക് വീട്ടിലോട്ട് പോകാം. എന്നിട്ട് 7 days വരെ ഹോം ക്വാറന്റൈനിൽ നിന്നിട്ട് 8th day അവർ റിപ്പീറ്റ് RT-PCR ടെസ്റ്റ് എടുക്കണം. ഇറസ്പെക്റ്റീവ് അവർക്ക് റിസൾട്ട് വന്നോ ഇല്ലെങ്കിലും അവർ പോയി എടുക്കേണ്ടതാണ്. 8th day റിപ്പീറ്റ് RT-PCR ടെസ്റ്റ് പോയി എടുക്കണം. അതുവരെ കമ്പൽസറി ആയിട്ട് ഹോം ക്വാറന്റൈനിൽ തന്നെ ആയിരിക്കണം. ഈ റൂളാണ് ഇന്റർനാഷണൽ പാസഞ്ചേഴ്സിനും ഇപ്പോഴും ആപ്ലിക്കബിൾ ആയിട്ടിരിക്കുന്നത്. അപ്പം 20 ഏപ്രിൽ, അതായത് ഏപ്രിൽ 20 തൊട്ട് ഏപ്രിൽ 20 തൊട്ട് രാത്രി 9 മണി 9 PM തൊട്ട് അടുത്ത ദിവസം രാവിലെ 5 മണി വരെ 5 AM വരെ ഒരു നൈറ്റ് കർഫ്യൂ തുടങ്ങാൻ പോവാണ്. ഫ്രം 20th April. അതായത് ഒരു 8 മണിക്കൂർ കർഫ്യൂ ആണ്. അപ്പോൾ പോലീസും ഗവൺമെൻറ് അഡ്വൈസ് ചെയ്യുന്നത്, വാലിഡ് റീസൺ ഇല്ലാതെ അനാവശ്യമായിട്ട് റീസൺ നിങ്ങൾ ഒരിക്കലും പബ്ലിക്കിനോട് പുറത്തിറങ്ങല്ലെന്നാണ് പറയുന്നത്. ഇതിനകത്ത് കുറച്ച് എക്സെപ്ഷൻസ് വരുന്നുണ്ട്. അതായത് മെഡിക്കൽ സ്റ്റോറും ഹോസ്പിറ്റലും നൈറ്റ് ഷിഫ്റ്റ് വർക്കേഴ്സും അതുപോലെ തന്നെ പാൽക്കാരൻ, ഇവർക്കെല്ലാം ഈ നൈറ്റ് കർഫ്യൂ ആപ്ലിക്കബിൾ അല്ല, അവർ എക്സെപ്റ്റഡ് ആണ്. അപ്പം അവർക്ക് പുറത്തിറങ്ങാം. പക്ഷേ ഈ ഹോട്ടൽസും അതുപോലെ തന്നെ ഡെലിവറി ആൾക്കാരെല്ലാം 9 മണി ശേഷം നിർത്തണം എന്നാണ് പറയുന്നത്. ആരും 9 മണി ശേഷം ഓപ്പറേറ്റ് ചെയ്യുന്നതല്ലായിരിക്കും. അതുപോലെ തന്നെ സിനിമാ തിയേറ്ററെല്ലാം വൈകിട്ട് 7:30 അടയ്ക്കുന്നതായിരിക്കും. അപ്പോൾ നൈറ്റ് കർഫ്യൂ എല്ലാവരും സ്ട്രിക്റ്റായിട്ട് പാലിക്കണം. ഇന്ത്യയുടെ കേസ് കൂടിയ പിന്നെ കുറേ റെസ്ട്രിക്ഷൻസ് ഇൻ്റർനാഷണൽ ട്രാവലിൽ വരുത്തിയിട്ടുണ്ട്. ഇപ്പം ആസ് ഓഫ് 22nd, അതായത് വരുന്ന ഏപ്രിൽ 22 മുതൽ പുതിയ റൂളാണ്. ഫ്രോം ഇന്ത്യ ടു ദുബായ് നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, ഞാൻ എടുത്തു പറയുകയാണ്, ദുബായ് നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ബാക്കിയുള്ള എമിറേറ്റ്സിൻ്റെ ഒന്നും പുതിയ അപ്ഡേറ്റ് വന്നിട്ടില്ല. അപ്പം ഫ്രോം ഏപ്രിൽ 22nd നിങ്ങൾ ഇന്ത്യ ടു ദുബായ് ട്രാവൽ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉള്ള RT-PCR റിസൾട്ടിന് 48 hours വാലിഡിറ്റിയാണ് ഉള്ളത്. അതായത് നിങ്ങൾ സാമ്പിൾ കൊടുക്കുന്നതിൻ്റെ 48 hours ഉള്ളിലായിരിക്കണം നിങ്ങളുടെ ഫ്ലൈറ്റ്. മുമ്പത്തെ വെച്ചാൽ നമുക്ക് 72 hours വരെ ഒരു ടൈം ഫ്രെയിം ഉണ്ടായിരുന്നു. ഇപ്പം അത് കുറച്ച് 48 hours ആക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ടെസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ഈ റിപ്പോർട്ടിനകത്ത് ഈ സാമ്പിൾ കളക്ഷൻ ഡേറ്റ് ആൻഡ് ടൈം, അതുപോലെ തന്നെ ഈ റിസൾട്ട് ടൈം ആൻഡ് ഡേറ്റ് ആക്യുറേറ്റ് ആണോ നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അവർ നോക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ സാമ്പിൾ എന്നാണോ നിങ്ങൾ കൊടുത്തത്, സാമ്പിൾ കളക്ഷൻ ഡേറ്റ് വെച്ച് 48 മണിക്കൂറാണ് അവർ നോക്കുന്നത്. അപ്പം നിങ്ങൾ പണ്ടത്തെ പോലെ 72 hour ടൈം ഫ്രെയിമിൽ വെച്ചാണെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് കൊടുക്കാൻ പോവുകയാണെങ്കിൽ ഇപ്പോൾ കംപ്ലീറ്റ്ലി മാറുവാണ്. ദുബായ് നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും അവർ നോക്കുന്നത് ഫ്രം ഇന്ത്യ, അതായത് കേരളത്തിൽ നിങ്ങൾക്ക് ഔട്ട് ബൗണ്ട് പോകണമെങ്കിൽ അവർ നോക്കുന്നത് 48 hours സാമ്പിൾ കൊടുത്തിട്ട് 48 hours ഒരു റിസൾട്ടാണ് അവർ നോക്കുന്നത്. അപ്പം ദയവ് ചെയ്ത് ഈ സാമ്പിൾ കളക്ഷൻ ഡേറ്റ് ആൻഡ് ടൈമും അതുപോലെ റിസൾട്ടിൻ്റെ ഡേറ്റ് ആൻഡ് ടൈമും ആക്യുറേറ്റ് ആണെന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടെസ്റ്റിൻ്റെ റിസൾട്ട് ഇംഗ്ലീഷിലോ അറബിക്കിലോ ആയിരിക്കണം. അതായത് ഡെസിഗ്നേറ്റഡ് ലാബ്സ്, സർട്ടിഫൈഡ് ലാബ്സിൽ നിന്ന് വേണം നിങ്ങൾ പോയി ഈ ഒരു RT-PCR റിസൾട്ട് ടെസ്റ്റ് എടുക്കാനും അതുപോലെ റിസൾട്ട് എടുക്കാനും. അതുപോലെ തന്നെ ഈ ഒരു റിസൾട്ടിനകത്ത് ഒരു QR കോഡ്
QR കോഡ് എന്താണെന്ന് അറിയാത്തവർക്ക് അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡയമെൻഷനിലുള്ള ഒരു ബോക്സ് ടൈപ്പ് ഒരു കോഡാണ്. അത് ആക്ച്വലി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമുക്കത് സ്കാൻ ചെയ്തിട്ട് നമുക്കതിൻ്റെ സോഴ്സ് അതിൻ്റെ ഒരു റിലേറ്റഡ് ഒരു വെബ് പേജിലോട്ട് പോകാൻ പറ്റും. അതാണ് ഒരു QR കോഡ്. അപ്പം ഈ ഒരു റിസൾട്ടിനകത്ത് ഈ ഒരു QR കോഡ് ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദുബായിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ദുബായ് എയർപോർട്ട് അതോറിറ്റീസിന് ഈ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഈ റിപ്പോർട്ടിൻ്റെ ഒതൻറ്റിസിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ സാമ്പിൾ കളക്ഷൻ ഡേറ്റും അതിൻ്റെ എത്ര ലീഗലാണെന്നും എത്ര ഒതൻറ്റിക് ആണെന്നും ഇവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതാണ് അവർ പറയുന്നത്. അപ്പം നിങ്ങൾ ഈ 3 കാര്യം ചെക്ക് ചെയ്യുക. അതായത് ഡേറ്റ് ആൻഡ് ടൈം, സാമ്പിൾ കളക്ഷൻ ഡേറ്റ് ആൻഡ് ടൈം, അതുപോലെ തന്നെ ഇംഗ്ലീഷിലാണോ അറബിക്കിലാണോ ഫ്രം സർട്ടിഫൈഡ് ലാബ് ആയിരിക്കണം ഈ റിപ്പോർട്ട്, അതുപോലെ തന്നെ ഈ QR കോഡ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് വേണം നിങ്ങൾ ട്രാവൽ ചെയ്യാനായിട്ട് ഫ്രം ഇന്ത്യ ടു ദുബായ്. റിസ്ട്രിക്ഷൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയെ ഇപ്പം റെഡ് ലിസ്റ്റ് ഓഫ് കൺട്രീസിനാണ് ഇട്ടേക്കുന്നത്. അതായത് ഈ ഒരു റെഡ് ലിസ്റ്റ് പ്രകാരം ഈ കൺട്രീസിലുള്ള വിസിറ്റേഴ്സ് സിറ്റിസൻസിനും കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു പാർഷ്യൽ ബാനിങ് ആണ് പല കൺട്രീസും ചെയ്യുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ UK April 23 ഫ്രൈഡേ തൊട്ട് രാവിലെ ഇന്ത്യൻ ടൈം 8 തൊട്ട് ഇന്ത്യൻ സിറ്റിസൻസിനെ എൻറ്റർ ചെയ്യാൻ അനുവദിക്കുന്നില്ലായിരിക്കും. അതായത് April 23 ഫ്രൈഡേ ഇന്ത്യൻ ടൈം 8 തൊട്ട് ഒരു ഇന്ത്യൻ സിറ്റിസൻസിനും UK ഒരു എയർ സ്പേസിലോട്ട് കിടക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഐറിഷ് നാഷണൽ അല്ലെങ്കിൽ നിങ്ങളൊരു ഇന്ത്യൻ ആണെങ്കിൽ വിത്ത് റെസിഡൻസ് റൈറ്റ്സ്, അതായത് നിങ്ങൾക്കൊരു ലോങ് ടേം വിസ ഒരു UK താമസിക്കാനുള്ള ലോങ് ടേം റെസിഡൻസ് വിസ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർ എൻറ്റർ ചെയ്യാൻ സമ്മതിക്കും ഫ്രം April 23. ബട്ട് നിങ്ങൾ കമ്പൾസറി ആയിട്ടൊരു ഒരു അപ്രൂവ്ഡ് ഒരു ഹോട്ടൽ ക്വാറന്റൈൻ 10 ദിവസം വരെ നിങ്ങൾ നിൽക്കേണ്ടി വരും. അപ്പം ഒന്നുകൂടെ പറയാം, നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ വിത്തൗട്ട് എനി വിസ വിത്തൗട്ട് എനി ലോങ് ടേം റെസിഡൻസ് റൈറ്റോ നിങ്ങളൊരു സിറ്റിസൺ UK സിറ്റിസൺ അല്ലെങ്കിൽ നിങ്ങളൊരു വെറും ഒരു ഇന്ത്യൻ വിസിറ്റർ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് UK ആക്സസ് ഡിനൈ ആയിരിക്കും ഫ്രം April 23. ബട്ട് നിങ്ങളൊരു ബ്രിട്ടീഷോ ഐറിഷോ അതുപോലെ തന്നെ ഇന്ത്യൻ സിറ്റിസൺ വിത്ത് ലോങ് ടേം റെസിഡൻസ് റൈറ്റ് ഉള്ള ആളാണെങ്കിൽ UK താമസിക്കാൻ റൈറ്റ് ഉള്ള ആളാണെങ്കിൽ നിങ്ങളെ അവർ എൻറ്റർ ചെയ്യാൻ സമ്മതിക്കും ഫ്രം April 23. ബട്ട് നിങ്ങളൊരു കമ്പൾസറി ഹോട്ടൽ ക്വാറന്റൈൻ ആയിരിക്കും ഫോർ 10 days. അതുപോലെ തന്നെ ന്യൂസിലൻഡ് എല്ലാ പാസഞ്ചേഴ്സ് ഫ്രം ഇന്ത്യ ഓൾ പാസഞ്ചേഴ്സ് ഇൻക്ലൂഡിങ് അവരുടെ തന്നെ സിറ്റിസൻസിനെ April 11 തൊട്ട് April 28 വരെ കംപ്ലീറ്റ് ബാൻ ചെയ്തേക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പുതിയ ട്രാവൽ അപ്ഡേറ്റ് കിട്ടാൻ പറ്റത്തുള്ളൂ. അപ്പം നിലവിൽ ഇന്ത്യയിൽ നിന്ന് ഒരു പാസഞ്ചേഴ്സ് റെസ്പെക്റ്റീവ് ഓഫ് അവരുടെ സിറ്റിസൺ തന്നെ ആണെങ്കിലോ അല്ലെങ്കിൽ റെസിഡൻസ് ആയിട്ടുള്ള ആളാണെങ്കിലും ഇപ്പം ന്യൂസിലൻഡിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഹോങ്കോങ്ങിലും ഇന്ത്യയിലുള്ള പാസഞ്ചേഴ്സിനെ ഇപ്പോൾ തൽക്കാലം ബാൻ ചെയ്തിട്ടുണ്ട്. ഒമാനിൽ അവരുടെ റെസിഡൻസിനോട് പറഞ്ഞേക്കുന്നത് നിങ്ങൾ ഇപ്പം ഇന്ത്യയിലോട്ട് ട്രാവൽ ചെയ്യണ്ട എന്നാണ് അഡ്വൈസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ഇൻഫർമേഷൻ കുറച്ചുകൂടി ട്രാവൽ അപ്ഡേറ്റ്സ് വരുമ്പോഴത്തേക്കും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ദയവ് ചെയ്ത് ട്രാവൽ ചെയ്യാൻ പുറപ്പെടുന്നവർ ഫ്രം ഇന്ത്യ ടു ദുബായ് ഈ ഒരു സാമ്പിൾ കളക്ഷൻ ഡേറ്റിനെ കുറിച്ച് മനസ്സിൽ വെച്ചിട്ട് വേണം ടെസ്റ്റിന് പോകാനായിട്ടും ട്രാവൽ ചെയ്യാനായിട്ടും. മുമ്പത്തെ പോലെ 72 hours മാറി 48 hours ആയിട്ടുണ്ട് സാമ്പിൾ കളക്ഷൻ ഡേറ്റ് ടു ദ ഫ്ലൈറ്റ് ടൈം. അപ്പം അത് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ RT-PCR ടെസ്റ്റ് പോകണം. അപ്പം നിങ്ങൾ വേണം പ്ലാൻ ചെയ്യണം. കാരണം ഇപ്പം കൂടുതൽ ടെസ്റ്റിംഗ് നാട്ടിൽ നടക്കുവാണ്. അപ്പോൾ അതുപോലെ തന്നെ റഷ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ഒരു അപ്രൂവ്ഡ് ലാബ്സിലും. അപ്പം അതിനനുസരിച്ച് വേണം നിങ്ങളുടെ ഈ ഒരു 48 hours മുന്നേ ഈ ഒരു ടെസ്റ്റ് പോയി എടുക്കാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ടെസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും ICMR അപ്രൂവ്ഡ് ലാബ്സ്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അപ്രൂവ് ചെയ്തിരിക്കുന്ന കുറച്ച് ലാബുകളുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ അപ്രൂവ്ഡ് ലാബ്സിൽ പോയിട്ട് നിങ്ങളുടെ ടെസ്റ്റ് എടുക്കാവുന്നതാണ്. അപ്പം ഇനി കൂടുതൽ കണ്ടൻറ്റായിട്ട് വരുന്നവരെ സീ യു സൂൺ. ടാറ്റാ, ലവ് യു ആൾ, സ്റ്റേ സേഫ്, ബൈ.